ശരിക്കും സഹിക്കാൻ പറ്റാത്ത അസഹനീയമായ ഒരു ദുർഗന്ധം തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ കാളിന്തിയൊക്കെ കറുത്ത് ഒഴുകുന്നു എന്ന് പറയുന്ന പോലെ ഇതൊരു പുഴ പോലെ ഇങ്ങനെ ഒഴുകാണ്. അത് മെമ്പറുടെ സഹകരണത്തിലാണ് നമ്മൾ ഇത്രയും ഇത് ഉണ്ടാക്കിയത്. നമുക്കറിയാം ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ജനവാസ മേഖലയാണ്. ഇവിടെ ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ രീതിയിലുള്ള അസുഖങ്ങൾക്ക് ഇടവരുത്തും. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ വർക്കല റോഡിലുള്ള കൊല്ലമ്പുഴ എന്ന് പറയുന്ന പാലത്തിന്റെ സമീപത്താണ്. ഈ പാലം പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ കണ്ട വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാലത്തിലൂടെ ഏകദേശം അഴുക്ക് വെള്ളം കലർന്ന രീതിയിൽ ഈ വെള്ളം ഒഴുകുന്ന ഒരു ദൃശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഇത്തരത്തിൽ വെള്ളം ഒഴുകുന്നത്, ഏത് തരത്തെ മാലിന്യമാണ് ഇവിടെ കലർന്നിട്ടുള്ളത് എന്നൊക്കെ അറിയാനായി ഞങ്ങൾ നടത്തിയ അന്വേഷണമാണ്. പാലത്തിന് സമീപം നമ്മൾ കണ്ട കാഴ്ചയുടെ ഉറവിടം തേടി ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ സമീപത്തായി കണ്ട ഈ കാഴ്ചയാണ് ഈ കാണുന്നത്. ശരിക്കും സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് പോലെ ഇത്തരത്തിൽ അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്. ആറ്റിങ്ങൽ നഗരസഭയുടെ കീഴിലുള്ള പ്രദേശമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ദുർഗന്ധം വമിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഏതായാലും സെപ്റ്റിക് ടാങ്കിന് സമാനമായ രീതിയിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഒഴുക്ക് നിലച്ച സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നത് വലിയ രീതിയിലുള്ള അസുഖങ്ങൾക്ക് ഇടവരുത്തും. ഇപ്പോൾ നമ്മൾ ഈ വെള്ളക്കെട്ടുകൾ കണ്ടു. അതിനുശേഷം ഇതിന്റെ ഉറവിടം തേടി ഇനി മുന്നോട്ട് കിടക്കുന്ന ഈ വഴിയിലൂടെ നമ്മൾ പോവുകയാണ്. നമുക്കറിയാം ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ജനവാസ മേഖലയാണ്. ഇവിടെ ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് വലിയ രീതിയിലുള്ള അസുഖങ്ങൾക്ക് ഇടവരുത്തും. പകർച്ചവ്യാധി അടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രദേശവാസികളൊക്കെ വലിയ രീതിയിലുള്ള ദുർഗന്ധം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. ഒഴുക്ക് നിലച്ച ഒരു സാഹചര്യം കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഈ ഒഴുക്ക് സുഗമമാക്കിയാൽ മാത്രമേ ഈ പ്രദേശത്ത് നിൽക്കാൻ സാധിക്കുള്ളൂ. അത്രയ്ക്ക് രൂക്ഷമായ ഗന്ധമാണ് ഈ പ്രദേശവാസികൾക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഈ ആറ്റിങ്ങൽ കൊല്ലമ്പുഴയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. ഇപ്പം ഞങ്ങൾ കണ്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമാണ്. കാരണം ഇവിടെ നിന്നുള്ള വെള്ളം കൊല്ലമ്പുഴ ആറിലേക്ക് ഒഴുകി പോകുമ്പോൾ ആറ് പകുതിയോളം കറുത്ത് കിടക്കുകയാണ്. ഇത്രയും സ്മെല്ല് സഹിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ നമ്മൾ നിൽക്കുന്ന വെച്ചാൽ നമ്മളെ ഇത് ജീവിതം പരിസരം നമ്മൾ നേരത്തെ സ്മെല്ലാണ് ഇവിടെ. അത് സഹിച്ച് ജീവിക്കണം നമ്മള്. മനസ്സിലായ നമ്മൾ ഈ ഇത്രയും പാട് വെട്ട് നമ്മളെ മെമ്പറെ സമ്മതിക്കണം. അവര് ഓടി നടന്ന് ഇതൊക്കെ ചെയ്തു വെച്ച് ഇതൊക്കെ വൃത്തിയാക്കി എല്ലാം ചെയ്ത് അവരെ സമ്മതിച്ചേ പറ്റുള്ളൂ മെമ്പറാ. പക്ഷെ ഇത്രയും കറുത്ത വെള്ളമാണ്. നമുക്കറിയാം, നമ്മൾ വയലിൽ നിന്ന് വരുന്ന അഴുക്ക് വെള്ളമാണ്. വയലിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത് മെമ്പറുടെ സഹകരണത്തിലാണ് നമ്മൾ ഇത്രയും ഇത് ഉണ്ടാക്കിയത്. അപ്പൊ ഈ റോഡ് നിർമ്മാണം കാരണം ഈ വെള്ളങ്ങൾ ഇത്രയും വലിയ രീതിയിൽ പുല്ലുകളൊക്കെ അഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഉണ്ടായി. ഇപ്പോഴാണ് മെമ്പർ എല്ലാം പറഞ്ഞ് അവിടെ വെള്ളം വെച്ച് MLA വിളിച്ച് MLA വന്ന് വെള്ളം ഉണ്ടാക്കി. അതിനുശേഷം ഇത്രയും തുറന്നുവിട്ടപ്പോഴേ സംഭവം ഉണ്ടായി. തുറന്നിട്ടപ്പോ വെള്ളം ആ സ്മെല്ല് വരുന്നത്. അതേ ഉള്ളു, വേറെ ഒന്നുമില്ല. സ്മെല്ല് ശരിക്കും പറയാൻ സഹിക്കാൻ പറ്റും. ഇത്ര സ്മെല്ല് സഹിച്ചാൽ ഈ ഒരു വെള്ളങ്ങൾ തന്നെ നമുക്കറിയാം. മഞ്ഞപ്പിത്തമൊക്കെ കേരളത്തിൽ ഒരുപാട് രീതിയിൽ വലിയ രീതിയിൽ അല്ലേ നമുക്ക് സംഭവിക്കാൻ പറ്റുന്ന പൊഴി മുറിഞ്ഞുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങളൊക്കെ ഇവിടുത്തെ നിർമ്മാണ തൊഴിലാളികളാണല്ലോ. സ്ഥലം ഇവിടെ തന്നെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഇത്രയും ദുർഗന്ധമുള്ള സാഹചര്യത്തിൽ പറ്റുള്ളൂ? ഒരാഴ്ച കൊണ്ട് തുറന്നു വിട്ടപ്പോഴേ ഇത്ര സ്മെല്ലോ. അല്ല, നല്ല മഴവെള്ളങ്ങളും കിടന്നതന്നെ. മഴവെള്ളങ്ങൾ തുറന്നു വിട്ടപ്പോഴത്തേക്കാണ് ഇത്ര സ്മെല്ലുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നില്ലായിരുന്നോ മഴക്കാലത്തിന് മുമ്പ്? അവര് റോഡ് കയറൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, അവര് റോഡ് തിരിച്ച് കെട്ടിയെടുത്ത് ഈ വെള്ളം കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ തുറന്നു വിട്ടു. ശുചീകരണ വിവരങ്ങൾ എല്ലാം മുനിസിപ്പാലിറ്റി ചെയ്തു. മുനിസിപ്പാലിറ്റി ശുചീകരണം എല്ലാം ചെയ്തു. ഇവിടെ രണ്ട് അഭിപ്രായമാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നും മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു എന്നും രണ്ടഭിപ്രായം പറയുന്നുണ്ട്. ഏതായാലും നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും സഹിക്കാൻ പറ്റാത്ത അസഹനീയമായ ഒരു ദുർഗന്ധം തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ കാളിന്തിയൊക്കെ കറുത്ത് ഒഴുകുന്നു എന്ന് പറയുന്ന പോലെ ഇതൊരു പുഴ പോലെ ഇങ്ങനെ ഒഴുകാണ്. ഇവിടെ നിന്ന് കിലോമീറ്ററുകളോളം അപ്പുറത്തുള്ള കൊല്ലമ്പുഴ ആറിലേക്ക് ചെല്ലുമ്പോൾ ഈ ആറിൽ കണ്ട ദൃശ്യങ്ങളാണ് ഞങ്ങളെ അമ്പരപ്പിച്ചത്.